പിരിച്ചെടുത്ത രക്തസാക്ഷി ഫണ്ട് മുഴുവനായും കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന് കൈമാറിയിട്ടുണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാർട്ടിയുടെ പണം കക്കാൻ ആരെയും അനുവദിക്കില്ല. ധനരാജ് രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട പിരിവിന്റെ വിവരങ്ങൾ പൂർണ്ണമായും പൊതുസമൂഹത്തിന് മുന്നിൽ വയ്ക്കാൻ പാർട്ടി തയ്യാറാണെന്നും CPM സെക്രട്ടറി വ്യക്തമാക്കി. വയനാട് പുനരധിവാസ പിരിവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ വയ്ക്കാൻ തയ്യാറാണെന്ന് സണ്ണി ജോസഫും പറഞ്ഞു. ഇരുവരും ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞത് മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിന്റെ ഭാഗമായി നടന്ന ചർച്ചയ്ക്കിടെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ജനങ്ങളിൽ നിന്ന് പിരിച്ച ഫണ്ട് കൃത്യമായിട്ട് ആ കുടുംബത്തിന് വീട് വെച്ചു കൊടുത്തിട്ടുണ്ട്. ആ കുടുംബത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരുടെ പേരിൽ തന്നെ ചെക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അവർക്കുണ്ടായിരുന്ന കുടുംബത്തിനുണ്ടായിരുന്ന കടബാധ്യത പൂർണ്ണമായിട്ടും തീർത്തിട്ടുണ്ട്. അങ്ങനെയെല്ലാം ചെയ്തതിന് ശേഷവും കൃത്യമായിട്ടുള്ള കണക്ക് പാർട്ടിക്കുണ്ട്. ഇനി പാർട്ടി കണക്ക് പറയില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ കൃത്യമായിട്ട് പറയാണ്, ആ ധനരാജ് രക്തസാക്ഷി ഫണ്ടിന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള മുഴുവൻ കണക്കും പൊതുജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ തയ്യാറാണ് എന്ന് തന്നെയാണ് KK രാജേഷ് പറഞ്ഞത്. നിങ്ങളെ വയനാട്ടിലെ കിട്ടിയ പൈസയുടെ കണക്ക് നാട്ടുകാരുടെ മുമ്പിൽ അതന്നെ ആത്മഹത്യ മൂന്നാളല്ലേ ആത്മഹത്യ അറിയോ? ഞങ്ങളുടെ ഒരു പാർട്ടി പ്രവർത്തനം പറഞ്ഞിട്ടില്ല. ഇത് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം പറഞ്ഞു. ഒരു MLA നാട്ടുകാരെ വെട്ടിച്ചു തട്ടിച്ചു എന്ന് പറഞ്ഞത് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ്.